അസ്സലാമലൈക്കും. നമ്മളിന്ന് ഗോതമ്പ് പൊടി കലക്കി ഒഴിച്ചിട്ട് നമുക്കൊരു ബനാന പോക്കറ്റ് ഉണ്ടാക്കിയാലോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബനാന പോക്കറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നേന്ത്രപ്പഴം വെച്ച് നമുക്ക് അടിപൊളിയിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പിയാണ്. നമ്മൾ ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യണത്. കൂടുതൽ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. പുറം ഭാഗം നല്ല ക്രിസ്പി, ഉൾഭാഗം നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പം നമ്മൾ ആദ്യം ഇതിലേക്കുള്ള മാവ് കലക്കി എടുക്കാം. അപ്പം ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഗോതമ്പ് പൊടി തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 മുട്ടയാണ് കേട്ടോ ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഈ മുട്ട കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല ലൂസിലാണ് എടുക്കേണ്ടത്. ആദ്യം ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് കലക്കി എടുക്കാം കേട്ടോ. വിസ്ക് വെച്ച് കലക്കുമ്പോൾ വേഗത്തിൽ നമ്മൾക്ക് കട്ടകളില്ലാണ്ട് കലങ്ങി കിട്ടും. അപ്പോൾ ഞാനിതാ വിസ്ക് വെച്ചിട്ട് നന്നായി ഒന്ന് കലക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ടകളില്ലാണ്ട് കലക്കി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മധുരം ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മധുരമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് നന്നായി ഒന്ന് ക്രിസ്പി ആയി കിട്ടും ചെയ്യും. അപ്പോൾ ഞാനിതാ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് 6 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ച് നോക്കാം. അപ്പോൾ ബാറ്ററി ഏതുപോലെയാണെന്ന് കണ്ടോ. ഇപ്പോൾ ഇത് കുറച്ച് തിക്കിലാണ്. അപ്പോൾ 3 കപ്പ് പൊടിക്ക് 6 കപ്പ് വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ലൂസിൽ ഒഴിച്ചു കൊടുക്കാം. ലൂസിൽ വേണം കേട്ടോ നമ്മുടെ ബാറ്ററി. അപ്പോൾ ഞാൻ 6 കപ്പ് വെള്ളം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്ററി. ഇനി നമുക്ക് നമ്മൾ ബനാന ഒന്ന് നുറുക്കിയെടുക്കണ വരെ ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പം ഞാൻ അധികം പഴുപ്പ് തരാത്ത പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല പഴുത്ത പഴം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുക്കിട്ട് നടുകെ പൊളിച്ചിട്ട് 4 കഷ്ണമാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് കൂടുതൽ വേവിച്ചെടുക്കണില്ല. എനിക്കിങ്ങനെ കടിച്ച് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇതപ്പോൾ ഇതുപോലെയാണ് കേട്ടോ. നമ്മൾക്ക് ഈ 4 എണ്ണം നമ്മളതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാന് വെച്ചിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ 2 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള പഴല്ലേ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ നേരം വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക്. ഞാൻ അങ്ങനെ വേവിച്ചെടുക്കണില്ല, കടിക്കാൻ തരത്തിലുള്ളതിലാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക മാത്രമാണ് കേട്ടോ ചെയ്യണുള്ളൂ. അപ്പോൾ നമുക്ക് ഈ നെയ്യിലിട്ടിട്ട് നമുക്കൊരു 1.5 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ തേങ്ങയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 മുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. ഇത് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇതും ആവശ്യമുണ്ടെങ്കിൽ മധുരം ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ കുട്ടികളൊക്കെ കഴിക്കൊണ്ട് കുറച്ച് മധുരത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം മധുരമുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ നെയ്യിൽ കടന്നിട്ട് നമ്മുടെ തേങ്ങയുടെ പച്ച ചുവക്കൊന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുത്തോണ്ട് ഇതാ ഇതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് കൂടുതൽ നേരം വഴറ്റി ഇതൊന്ന് വേവിച്ച് ഉടച്ചെടുക്കണമെങ്കിൽ അതുപോലെ എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ആക്കി എടുക്കണില്ല, ഇതുപോലെയാണ് കേട്ടോ എനിക്കിഷ്ടം. ഇതുപോലെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് പാന് വെച്ച് കൊടുക്കാം, നമുക്ക് നമ്മളെ ദോശ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാന് വെച്ചിട്ടുണ്ട്. മാവ് കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഒന്ന് എണ്ണ തടവി കൊടുക്കാം. നല്ലോണം എണ്ണ തടവണ്ട, അപ്പോൾ പരന്ന് കിട്ടില്ല. നമ്മൾ പാന് കയ്യിലൊക്കെ ഒട്ടി പിടിച്ചുകൊണ്ട് വരും. ഒന്ന് ചെറുതായിട്ട് എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു തവി ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. കനലാണ്ട് കിട്ടും നമുക്ക്. അതുപോലെയാണ് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മറിച്ചിട്ടിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാനിത് ഷാലോ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഞാനിത് മറിച്ചിടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ്, അടച്ച് വെക്കണമില്ല. ഇത് വെന്ത് വരുമ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരും. അപ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ ചൂടോടത്തിന് തന്നെ നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് ചുരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തത് ഒഴിച്ചെടുക്കുമ്പോൾ ഫ്ലെയിം കമ്മിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്കിത് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ എത്ര കനം കുറച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആദ്യം ചുട്ടത് നമുക്ക് ചുരുട്ടിയെടുക്കാം. അത് ഞാൻ എൻ്റെ നിന്ന് കട്ടായി പോയിട്ടോ. ഇനി ഞാൻ രണ്ടാമത്തത് ഇതാ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിതാ ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ചുരുട്ടിയെടുക്കാൻ പാകത്തിന് വെച്ച് കൊടുക്കാം. ഇതുപോലെ നടുവിൽ വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ സൈഡ് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ കഴിക്കാം, എണ്ണയൊന്നും പറ്റാത്തവർക്ക് കേട്ടോ. അല്ലാത്തവർക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്തതും അപ്പം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് ചുടുന്നതിനനുസരിച്ച് നമുക്കിത് ചുരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ആ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം. പിന്നെ ഒന്നും കൂടി നമുക്ക് ടേസ്റ്റ് ആക്കി എടുക്കാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു 4 എണ്ണൊക്കെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുത്തതും ആയതുകൊണ്ട് ഉള്ളിലൊന്നും വെന്ത് കിട്ടണമെന്നൊന്നുമില്ല. രണ്ട് പുറം നന്നായി ഒന്ന് ബ്രൗൺ നിറമായി വരുവോളൂ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കൂടുതൽ ഫ്രൈ ആക്കി എടുക്കണം, നല്ല ക്രിസ്പിയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചെടുക്കാം. ഞാൻ അത്ര ക്രിസ്പി ആക്കണില്ല, എങ്കിലും പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് ഇതിന്ന് ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ എണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഇത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കാണ്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മക്കൾക്കൊക്കെ കൊടുക്കൊണ്ടാണ് ഇതുപോലെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ്. അസ്സലാമു അലൈക്കും.